ഹലോ. ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഡയറ്റ് മാത്രം ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ഭയങ്കര ക്രേവിങ്സ് ആണ്. അപ്പോൾ ഡയറ്റ് നോക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. ചീറ്റ് ഡയറ്റ് ഡേ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സന്തോഷത്തിൽ തുള്ളിച്ചാടി പോകുന്നത് കേട്ടോ. അപ്പോൾ നാണിക്കുട്ടി ഉറങ്ങിപ്പോയി. രാത്രി 10 മണി അടുപ്പിച്ചായി. അപ്പോൾ എന്ത് കഴിക്കാനാണ് പോകുന്നതെന്ന് വെച്ചാൽ ബർഗർ ലോഞ്ചിലേക്കാണ്. അപ്പം കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഷോപ്പിൽ തന്നെ വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു 5 വർഷമായി. ഈ 5 വർഷവും ഞങ്ങൾ ബർഗർ കഴിക്കാനായിട്ട് ഈ ഷോപ്പിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന് വന്ന് സ്ഥിരമായിട്ട് വന്ന് അവിടെ അങ്ങ് ഫെമിലിയർ ആയിപ്പോയി. അവിടുത്തെ ബർഗർ കഴിച്ചാൽ മാത്രമേ ആ ഒരു സന്തോഷവും ഫീലും ഒക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ബർഗർ വന്ന് കഴിക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ ബർഗറായിപ്പോയി. കുറച്ച് കൂടിപ്പോയി. ആക്രാന്തം കാരണം വലിയൊരു ബർഗർ തന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. പക്ഷേ മുഴുവൻ കഴിക്കാൻ പറ്റുമെന്ന് കേട്ടാൽ പറ്റിയില്ല. ചേട്ടനാണെങ്കിൽ ലോഡഡ് ഫ്രൈസ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിനാണെങ്കിൽ അസാധ്യ ടേസ്റ്റായിരുന്നു. ഞങ്ങൾ 2 പേര് കഴിച്ചിട്ട് പോലും തീർന്നില്ല. അത്രയ്ക്ക് എമൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ക്വാളിറ്റിയും ഉണ്ട് ക്വാണ്ടിറ്റിയും ഉണ്ട്. എനിക്കാണെങ്കിൽ ബർഗർ കഴിച്ച് തളർന്നു ഞാൻ. ചേട്ടനാണെങ്കിൽ ലോഡഡ് ഫ്രൈസ് കഴിച്ച് ചേട്ടനും തളർന്നു. ഞാൻ 2 കഴിച്ചാണ് കേട്ടോ തളർന്നത്. അപ്പം എല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ഒരു മിൻറ്റ് ലൈമും അങ്ങോട്ട് കുടിച്ചു. ഇവിടുത്തെ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഷോപ്പാണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വയറൊക്കെ നിറച്ച് തളർന്ന് നൈറ്റ് ലൈഫൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം.